മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് ബി.ജെ.പിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണവുമായി ആം ആദ്മി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുധാ ധർമ്മലിംഗം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വെറും ഒരു ആരോപണം എന്നതിനപ്പുറം തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ബി.ജെ.പി വ്യാപക ക്രമക്കേട് നടത്തി കേന്ദ്രമന്ത്രിമാരുടെയും ബി.ജെ.പി എം.പിമാരുടെയും വീടുകളിൽ വ്യാപകമായി വോട്ട് ചേർത്തു തുടങ്ങിയ ആരോപണങ്ങൾ കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് സുധാ ധർമ്മലിംഗം പൊളിച്ചെടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടുകൾ ഉണ്ടായിരുന്ന പർവേഷ് വർമ്മയുടെ വീട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 വോട്ടായി. കെജ്രിവാൾ മത്സരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിൽ 40,000 വോട്ടുകൾ വെട്ടിമാറ്റിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് സുധാ ധർമ്മലിംഗം പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ബി.ജെ.പി എം.പിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും അഡ്രസ്സുകളടക്കം വ്യാപകമായി വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി കൂടിയായ പർവേഷ് വർമ്മയുടെ വിലാസത്തിൽ നിലവിൽ 32 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ അഡ്രസ്സിൽ പോലും ബി.ജെ.പി വ്യാപകമായി വോട്ട് ചേർക്കലിന് ഉപയോഗിച്ചിട്ടുണ്ട്. വാത്മീകി ക്ഷേത്ര കെട്ടിടത്തിന്റെ പേരിൽ മാത്രം 44 വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്നും സുധാ ധർമ്മലിംഗം പറയുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ബി.ജെ.പി കീഴടക്കിയത് പിന്നിൽ നിന്ന് കുത്തിയാണ്. ഡൽഹിയിൽ 13% വോട്ടുകളാണ് അധികമായി ചേർത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്ന 5% യഥാർത്ഥ വോട്ടർമാരെ വെട്ടിക്കുറച്ച് 13% അധികമായി കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ 18% വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിന് നിസ്സാരമായ വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിൽ തോൽക്കേണ്ടി വന്നതെന്നും സുധാ ധർമ്മലിംഗം പറയുന്നു. ED, CBI, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ബി.ജെ.പി സർക്കാർ കളിപ്പാവയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും ഒരു പ്രധാന വിഷയമായി ആം ആദ്മി ഉയർത്തിക്കാട്ടിയിരുന്നു. അപ്പോഴെല്ലാം യമുന നദിയിൽ വിഷം കലർത്തി എന്നതടക്കമുള്ള വിവാദങ്ങൾ കത്തിച്ചുകൊണ്ട് ബി.ജെ.പി തടിതപ്പുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മാസങ്ങൾക്ക് ശേഷം പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിൽ മാത്രമാണ് വിഷയം ചർച്ചയായത്. മഹാരാഷ്ട്രയിലെ പോലെ ഈ ആരോപണങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴി തുറക്കുമോ അതോ ആം ആദ്മി പാർട്ടിയുടെ മാത്രം ആരോപണമായി ദുർബലപ്പെടുമോ എന്ന് കണ്ടറിയാം. എന്തായാലും നടന്നത് ശരിയാണെങ്കിൽ ബി.ജെ.പിയുടെ വലിയ വിജയത്തിന്റെ ശോഭ കെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.